തീരെ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ വൻകുറ്റമാണ് ആ ചെയ്യുന്നത്. മദ്യപാനം നടത്തുന്നത് പോലെ, പലിശ ഭക്ഷിക്കുന്നത് പോലെ, മാതാപിതാക്കളെ ഉറപ്പിക്കുന്നത് പോലെ, കുടുംബബന്ധം മുറിക്കുന്നത് പോലെ എണ്ണിയാൽ തീരാത്ത കുറേ ഇല്ലേ? അത്രയും ഒരുപാട് വൻകുറ്റങ്ങളുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ ആ സമയത്ത് നിസ്കരിക്കാതെ പിന്നെ മാറിയിട്ട് നിസ്കരിക്കാ, സുഖം കിട്ടിയിട്ട് നിസ്കരിക്കാന്ന് ചിന്തിക്കുന്നത് വൻകുറ്റമാണ്. സഹോദരങ്ങളെ, യാത്ര കാരണമല്ലല്ലോ. ഇപ്പോഴല്ല, എപ്പോഴും യാത്ര നിസ്കാരം പിന്തിക്കാനുള്ള കാരണമല്ല. ഖസറിന്റെ ദൂരം, ജമ്മിന്റെ ദൂരം യാത്രയുണ്ടെങ്കിൽ പിന്തിക്കാം, അത് പിന്നെ നഷ്ടപ്പെടുന്നില്ലല്ലോ. അല്ലാതെ ഒരു സന്ദർഭവും ഇല്ല. ജോലിയുണ്ടോ? കാരണമായിട്ടില്ലല്ലോ. പഠനമുണ്ടോ? കാരണമായിട്ടില്ലല്ലോ. ഈ അമാനത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് നോക്കൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പോയ സ്വഹാബ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ബദറിൽ എത്തിയത്. എല്ലാവരും വാഹനത്തിൽ സ്ഥിരമായി ബദറിലേക്ക് നീങ്ങിയിട്ടില്ല. നടന്നിട്ടും വാഹനം കയറിയിട്ടും പിന്നെയും നടന്നിട്ടും ഒക്കെയല്ലേ എത്തിയത്. അങ്ങനെ എത്തിയപ്പോൾ അവർ ക്ഷീണം ബാധിച്ചവര് കിടന്നു. എന്നാൽ അന്നവരെ കിടന്നോട്ടെ, ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് റാഹത്തായിട്ട് നിസ്കരിക്കാമെന്ന് വെച്ചില്ല. രാത്രി ഇശാവും കഴിഞ്ഞ് കടന്നവർ സുബ്ഹിയാകുമ്പോ തങ്ങളവരെ വിളിച്ചുണർത്തുന്നു. നടന്ന് ക്ഷീണിച്ച് വന്നവരല്ലേ എന്ന നിലക്കൊരു നിസ്കാരം ഒഴിഞ്ഞുകൂടാ. കാരണം ഇത് അമാനത്താണ്. നവമുസ്ലിങ്ങളായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ നിസ്കാരത്തിൽ നിന്ന് അല്പം കുറച്ചു തരാൻ പറ്റുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. സഖീഫ് ഗോത്രക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു വിശ്വസിച്ചു. വിശ്വസിച്ച ആളുകൾ കുറച്ചു കാലം മദീനയുടെ പരിസരത്ത് അവര് താമസിച്ചു. ഇസ്ലാമിനെ കുറിച്ച് നന്നായി അവർ പഠിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകണമെന്ന് തങ്ങളോട് അവർ അഭ്യർത്ഥിച്ചു. ഭാര്യയും മക്കളും കുടുംബമൊക്കെ നാട്ടിലാണുള്ളത്. മക്കയിലാണല്ലോ ത്വായിഫ്, അവിടെയാണല്ലോ സഖീഫ് ഗോത്രമുള്ളത്. ഞങ്ങൾക്ക് തിരിച്ചു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. ഏറെക്കുറെ നിങ്ങൾ പഠിച്ചില്ലേ, ഇനി പോകണമെങ്കിൽ പോകാം. അവര് പറഞ്ഞു, നബിയെ, രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളെ പണം ചെലവഴിച്ച്, ഒരുപാട് സംഖ്യ ചെലവഴിച്ച്, സ്വർണവും വെള്ളിയൊക്കെ വാങ്ങി ഞങ്ങൾ ഒരുപാട് പ്രതിമകളെ ഉണ്ടാക്കി ഞങ്ങളെ വീട്ടിലും മറ്റൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് തകർക്കാൻ ഞങ്ങളോട് പറയരുത്. കാരണം ഞങ്ങൾ അത്രയും പണം ചെലവാക്കിയതാ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തകർക്കണ്ട, അതങ്ങ് തകർന്നോളൂ. നിങ്ങൾ പെട്ടെന്ന് പോയി തകർക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടാവും, അതങ്ങ് തകർന്നോളൂ, നിങ്ങൾ ആരൊന്നും ചെയ്യണ്ട. രണ്ടാമതായവര് പറഞ്ഞു, ഈ 5 വക്തുകളൊന്ന് ചുരുക്കി തരണോ. ഇപ്പൊ കയറി വന്നവരാ, ഇസ്ലാമിലേക്ക് ഒന്ന് കുറച്ചായിട്ടേ ഉള്ളൂ. എന്താ തങ്ങൾ അവരോട് പറഞ്ഞത്? അത് പറ്റൂല, നിസ്കാരത്തിന്റെ വക്ത് കുറക്കാൻ പറ്റൂല. അന്നഹു ലാ ഖൈറ ഫീ ദീനിൻ ലാ സ്വലാത്ത ഫീഹാ. നിസ്കാരം ഇല്ലാത്ത ഒരു ദീനിൽ എന്ത് ഖൈറുണ്ടാകാനാണ്? നിസ്കാരം ഇല്ലാത്ത ദീനിൽ ഒരു ഖൈറും ഇല്ല. അതുകൊണ്ട് എണ്ണം കുറക്കുന്ന പ്രശ്നമില്ല. 5 തന്നെ നിസ്കരിക്കണം, 5 വക്ത് തന്നെ നിസ്കരിക്കണം, അതിൽ വിട്ടുവീഴ്ചയില്ല. അല്ലാഹു ഏൽപ്പിച്ച വലിയ അമാനത്താണ്. യുദ്ധത്തിൽ പോയ ഷഹീദായ ആളോട് അമാനത്തല്ലാത്ത മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് തങ്ങളെ അമാനത്ത് വിശദീകരിക്കുന്ന നിസ്കാരത്തിലാണ്. വൽ അമാനത്തു ഫിസ്സൗമി, അമാനത്ത് നോമ്പിലും ഉണ്ട്. വൽ അമാനത്തു ഫിൽ ഹദീസ്, വർത്തമാനത്തിലും അമാനത്തുണ്ട്. നല്ലോണം കരുതിയേ കാര്യങ്ങൾ പറയാവൂ. ആരും കേൾക്കില്ല എന്ന നിലക്ക് പറയരുത്. പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല ചോദ്യം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തികഞ്ഞ ബോധം ആ വിഷയത്തിൽ വേണം. അതിലേറ്റവും ഗൗരവമുള്ളത് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കളാണ്. കടം ആ കൂട്ടത്തിൽ പെട്ടതാണ്, വാഗ്ദാനങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതാണ്, മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി തന്നത് ആ കൂട്ടത്തിൽ പെട്ടതാണ്. വേറൊരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട്, അയാൾക്കത് കൊടുക്കണമെന്ന് ബോധ്യമുണ്ട്.
നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിപ്പുള്ളതാണ്. ഇത് ആ വിഷയത്തിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്. ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനം വളരെ സൂക്ഷ്മതയോടെ തിരിച്ചു കൊടുക്കുക വലിയ ഉത്തരവാദിത്തമാണ്. ഒരാളെ ഹക്കായി വീട്ടിക്കൊടുക്കുക വലിയ ഉത്തരവാദിത്തമാണ്. ആ അമാനത്ത് മറ്റൊരാൾക്ക് വീട്ടേണ്ട സൂക്ഷിപ്പ് സ്വത്തുകൾ യുദ്ധത്തിൽ ഷഹീദായാൽ പോലും അല്ലാഹു പുറത്തു കൊടുക്കൂല. അത് ബാപ്പ മക്കൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും മക്കള് ബാപ്പക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും ആർക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും വളരെ ഗൗരവം നിറഞ്ഞതാണ്. നമ്മൾ അവിടെ ശരിക്ക് കരുതേണ്ട വിഷയം ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അമാനത്ത് സൂക്ഷ്മത അങ്ങനെയല്ലേ? ഉത്തരവാദിത്വം തങ്ങൾ നിർവഹിച്ചത് എത്ര കൃത്യമായിട്ടാണ്. തങ്ങളല്ലേ ഈ അമാനത്തിന്റെ കൃത്യമായ ശൈലി നമുക്ക് പകർന്നു തന്നത്. മക്കാ വിജയത്തിന്റെ അന്ന് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുടെ ഉള്ളിലൊന്ന് തങ്ങൾക്ക് കയറണം. താക്കോൽ എവിടെയെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ താക്കോലുള്ളത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, തങ്ങളെ സ്വീകരിച്ചിട്ടില്ല. താക്കോല് ഉസ്മാൻ ഇബ്നു ത്വൽഹ ഉപയോഗിച്ച് കഅബയുടെ വാതിൽ പൂട്ടിയിട്ടുണ്ട്. തട്ടുംപുറത്ത് അദ്ദേഹം കയറി നിൽക്കുന്നുണ്ട്. താക്കോല് കൊടുക്കാൻ വിസമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് താക്കോൽ തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് നല്ല തിരിച്ചറിവ് കിട്ടിയാ ഞാൻ പിന്നെ അത് കൊടുക്കാതിരിക്കൂലല്ലോ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കൈയൊന്നും ഇങ്ങനെ പിടിച്ചൊന്നിങ്ങനെ മടക്കിയിട്ട് താക്കോലിങ് വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി കൊടുത്തു. വേറൊന്നും ചെയ്യാനുള്ള കാബന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാനല്ലേ, എല്ലാവർക്കും പറ്റുന്നതന്നല്ലേ. എപ്പോഴും അല്ല, തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തൊരു സംഗതിയല്ലേ, വിശുദ്ധ കാബയിലേക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിബ്ല പോലും അല്ലാഹു തആല തിരിച്ചു കൊടുത്തത് തങ്ങൾ തൃപ്തിപ്പെട്ട ഭാഗത്തേക്ക്. ഇതിന്റെ ഉള്ളിലൊന്ന് കയറി നിസ്കരിക്കാൻ താക്കോൽ തരൂല എന്ന് പറയുമ്പോൾ ഉൽമല്ലേ. ആ താക്കോലിങ് വാങ്ങി, തുറന്ന് ഉള്ളിൽ കയറി നിസ്കരിച്ചു. സ്വഹാബത്തും പിന്നാലെ വന്ന് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ തങ്ങൾ ആ വാതിൽ പൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, താക്കോലിന്റെ അധികാരം കൂടി എനിക്ക് തരണം. എനിക്കിപ്പോൾ ഇവിടെ സംസം വെള്ളം മുക്കിക്കൊടുക്കാനും വിതരണം ചെയ്യാനും ഉള്ള അധികാരം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ താക്കോല് സൂക്ഷിക്കാനുള്ള അധികാരം കൂടി എനിക്ക് തരണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഐന ഉസ്മാൻ ഇബ്നു ത്വൽഹ? താക്കോല് തന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെ? അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. താക്കോൽ ഇനി ഒരു നിലക്കും തിരിച്ചു കിട്ടൂല എന്നാണ് അദ്ദേഹം കരുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാക മിഫ്താഹക യാ ഉസ്മാൻ. ഉസ്മാനെ, താക്കോല് നിങ്ങൾ പിടിച്ചോളൂ. അൽ യൗമു യൗമു ബിർരിൻ വ വഫാ. ഇന്ന് ഏതൊരു കാര്യത്തിനും ഗുണം ലഭിക്കുന്ന, ഏതൊരു കാര്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന സുദിനമാണ്. താക്കോല് നിങ്ങൾ പിടിച്ചോളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത്ര ഗൗരവത്തിൽ വാങ്ങിക്കൊണ്ടുപോയ താക്കോല് എനിക്ക് തിരിച്ചു തരാനുള്ള കാരണം എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മഹാനവർകൾക്കോട് പറഞ്ഞു, നിങ്ങളെ ഈ വിഷയത്തിൽ താക്കോല് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്ന വിഷയത്തിൽ അല്ലാഹു ആയത്തിറക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസിച്ചു തന്ന വസ്തുക്കൾ അർഹരിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ടോ? എന്നാൽ ഈ അമാനത്ത് ഇത്രത്തോളം കൽപ്പിക്കുന്ന ദീന് ഞാൻ സ്വീകരിക്കേണ്ട ദീൻ തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ താക്കോല് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞ ആ ഉസ്മാൻ ഇബ്നു ത്വൽഹക്ക് എങ്ങനെയാണ് മനസ്സിന് വിശാലത കിട്ടിയത്? അമാനത്തിലൂടെയാണ്. കൊടുത്ത ഒരു താക്കോല് തന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തന്നല്ലോ. ഉസ്മാൻ
ബഹുമാനെ താക്കോല് നിങ്ങൾ മാത്രമല്ല, താക്കോല് നിങ്ങളെ പരമ്പരയിൽ തന്നെ കാലകാലം നിൽക്കട്ടെ. ഹാക്കമി ഫുതാഹക യാ ഉസ്മാൻ ഖാലിദതൻ വതാലിദാ. താക്കോല് മറ്റൊരു കുടുംബത്തിന് കൈമാറേണ്ടതില്ല. നിങ്ങളെ പരമ്പരയിലായിട്ട് അങ്ങനെ മക്കളായിട്ട് താക്കോൽ അങ്ങനെ നിലനിന്ന് വരട്ടെ. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് പരമ്പരകൾ മഹാനവറുകൾക്ക് വരാനുണ്ട്. അവരൊക്കെ താക്കോല് സൂക്ഷിപ്പുകാരാകാനുണ്ട്. തന്ന ഒരു സാധനം തിരിച്ചു കൊടുക്കാൻ മറക്കരുത്. അതെ, എഴുതി വെക്കാൻ മറക്കരുത്. അത് 10 രൂപയാണെങ്കിലും ശരി, 20 രൂപയാണെങ്കിലും ശരി, 5 രൂപയാണെങ്കിലും ശരി. വെള്ളിയാഴ്ച ബക്കറ്റിലിടാൻ ഒരു 10 രൂപ വാങ്ങി, ഒരു വെള്ളിയാഴ്ച ഒരാളെത്തുനിന്ന് വാങ്ങി, പിറ്റത്തെ വെള്ളിയാഴ്ച വേറെ ആളെത്തുനിന്ന് വാങ്ങി. അങ്ങനെ നോക്കുമ്പോ ആ മാലത്തിൽ വാങ്ങാത്ത ആരുമില്ല. എല്ലാരും ഈ 10 രൂപ ചോദിച്ചാലും വരൂല. എന്നാലും തന്നത് അമാനത്താണ്, ഉടനെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങളത് പോയി കിട്ടുന്ന അവസരത്തിൽ കൊടുക്കേണ്ടതാണ്. എഴുതി തള്ളും എന്ന് കരുതിയിരുന്നുകൂടാ. കടമുണ്ടാകും അങ്ങനെ, വാഗ്ദാനങ്ങൾ ഉണ്ടാകും അങ്ങനെ, മക്കളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, പേരക്കുട്ടികളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, ഭാര്യമാരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, ജേഷ്ഠാനുജന്മാരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും. അതൊന്നും തിരുത്താനായിട്ടില്ല. പറഞ്ഞ വാക്ക് അക്ഷരം പ്രതിപാലിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ആരോട് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതാണ്. വാഗ്ദാനങ്ങളിൽ ഏറ്റവും മുന്തിയതാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനത്തെ തങ്ങൾ വിലയിരുത്തുന്നത് കടം. വാഗ്ദാനം എന്നത് കടമാണ്. അതിന്റെ പരിപാടിയിൽ 5000 റുപ്യ പള്ളി മദ്രസ എല്ലാ കൊല്ലം 30 പകരം 5000 ലിസ്റ്റിൽ അവിടെ വരും. പക്ഷെ ആ 5000 ബില്ല് മുറിക്കാറില്ല. എല്ലാ കൊല്ലം 5000 അങ്ങനെ പറയാറുണ്ട്. ആ 5000 അങ്ങനെ എഴുതാറുണ്ട്. 5000 പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ കിട്ടി പോരാറില്ല. അത് നിങ്ങൾ ചെറിയൊരു സഹായ സംഘത്തിന് ഒരു 100 രൂപ തരാമെന്ന് പറഞ്ഞോ, കൊടുത്തേക്കണം. വാഗ്ദാനം കടമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അമാനത്ത് നിർവഹിക്കുന്നതിൽ ഇത്രയും കൃത്യതയല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചത്. തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു, ജാബിറെ, ബഹ്റൈനിൽ നിന്ന്, ഇന്ന് നമ്മൾ കേൾക്കുന്ന ബഹ്റൈൻ തന്നെ, ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരാം. 3 കൈ ഇങ്ങനെ കോരി പിടിച്ചിട്ട് ഇത്രയും തരാം. വഫാത്താകുന്നത് വരെ ആ സ്വത്ത് വന്നില്ല. തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് സ്വത്ത് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനൗൺസ്മെന്റ് ചെയ്തു, മൻ കാന ലഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദത്തുൻ ഔ ദൈനുൻ ഫല്യതിനാ. ആരോടെങ്കിലും നബി തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടം തരാനുണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരണേ, നമ്മളത് വീട്ടിക്കൊള്ളാം. ആര് മരിച്ചാലും മക്കൾക്ക് ഏറ്റെടുക്കാൻ ഒരു പ്രയാസമില്ല. പള്ളി മിഹ്റാബിന്റെ മുന്നിൽ നിന്ന് എന്ത് പറയും? അത് മറ്റേ ആളെ മക്കളായ ഇന്നാലിനാളും 3 മക്കളുണ്ട്, 3 ആളും ഏറ്റിട്ടുണ്ട്. അപ്പൊ എന്തായി? അയാളെ പരടിയുന്നത് ഇറങ്ങി. ഇനി ആ അമാനത്ത് ആരില്ല? ഇവരിലാണ്. മരിച്ചു കിടക്കുന്ന ആൾ ജീവിച്ച റോൾ ഏതാണ്? ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണോ ആ പ്രവർത്തന മേഖലകളൊക്കെ അന്വേഷിച്ച് ആ ഏറ്റെടുത്ത അമാനത്ത് നിർവഹിക്കണം. അതെപ്പോഴാണ് ഏറ്റവും നല്ലത്? സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പാ നല്ലത്. കാരണം വീതം വെച്ച് കഴിഞ്ഞാൽ ഓൻ കൊടുക്കട്ടെ, അപ്പൊ മറ്റോ പറയും ഇവൻ കൊടുക്കട്ടെ എന്ന് പറയും, മറ്റോ പറയും അവൻ കൊടുക്കട്ടെ. അതൊരു പന്തായി അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ആരും കൊടുക്കൂല. ആരാ കൊടുക്കുക? എപ്പോഴാ ഇതിലൊന്നും ഇഷ്ടമാകുക? നല്ലോണം അന്വേഷിക്കണം. ആദ്യം ചെല്ലണം വരിസംഖ്യയുടെ ബുക്കിലേക്ക്. അവിടെ ബാക്കിയുള്ളതും വെച്ചിട്ടുണ്ട്. പിന്നെ ബാപ്പാന്റെ ഹയാത്ത് കാലത്ത് നടന്ന വാളിന്റെ ബുക്കുകളൊക്കെ എടുക്കാൻ പറയാം. അതിൽ വല്ല വാഗ്ദാനങ്ങളുണ്ടോ?
പരസ്യങ്ങൾ കൊടുത്തതിൽ എവിടെയെങ്കിലും കുറവുണ്ടോ, കൊടുക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ചാണെങ്കിലും ഒരു സന്തോഷമല്ലേ, നമ്മൾ ഏറ്റെടുത്തത് വീട്ടല്ലേ. പക്ഷെ ആർക്കുണ്ടാവും ബോധം? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുകൊണ്ടാണ് സ്വഹാബിമാരെ കൂട്ടത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മാത്രം ആൾക്കാരെ നിങ്ങൾ ആളായി കൂട്ടണ്ട. നിസ്കാരം നോമ്പും കൊണ്ട് മാത്രം നിങ്ങൾ ആളുകൾ ആളായി കൂട്ടണ്ട. ലാ തൻദുറു ഇലാ സ്വലാത്തി അഹദിൻ വലാ ഇലാ സിയാമിഹി. ഒരാളെ നിസ്കാരം കണ്ട് മാത്രം, നിസ്കാരം നല്ല തന്നെ, നിസ്കാരം കൊണ്ട് മാത്രം, നോമ്പും കണ്ടിട്ട് മാത്രം അയാളെ നല്ല ആളായി നിങ്ങൾ പരിഗണിക്കണ്ട. വൻദുറു ഇലാ സിദ്ഖി ഹദീസിഹി ഇദാ ഹദ്ദത. ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായി പരിഗണിക്കുന്നുണ്ടോ, സത്യമായി പറയുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. വ ഇലാ അമാനതിഹി ഇദാ തുമിനാ. വിശ്വസിച്ചൊരു കാര്യം ഏറ്റെടുത്താൽ, ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ അത് വീട്ടുന്നുണ്ടോ എന്നും നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയാണ് കാര്യമായി നോക്കേണ്ടത്. ഇരിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വിളംബരപ്പെടുത്തിയപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നാൽ എനിക്ക് തരാമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്രയാ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്? മഹാനവറുകൾ കൈ ഇങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ 3 കോരിയാ തങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങളെ കൈ കൊണ്ടൊന്ന് നിങ്ങൾ കോരി നോക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹു 2 കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് വാരി. അരിയല്ല, ഗോതമ്പല്ല, ദിർഹമാണ്. എന്നിട്ട് എണ്ണി നോക്കാൻ പറഞ്ഞപ്പോ 500 ദിർഹമുണ്ട്. അതിലേക്ക് 1000 കൂടി കൂട്ടിയിട്ട് 1500 ദിർഹം ഉടനെ കൊടുത്തു. ഒന്നാലോചിച്ച് നോക്കി, വാപ്പാന്റെ കട എത്ര ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്? ഉമ്മാന്റെ കട എത്ര ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്? ആ ഏറ്റെടുത്തതിൽ എന്തെല്ലാം ഉണ്ട്, അറിയുന്നതും അറിയാത്തൊക്കെ ഉണ്ടോ? വാപ്പന്നെ ഹയാത്ത് കാലത്ത് അയാൾക്ക് കൊടുത്തിട്ടില്ല. ഇനി നമ്മളെന്തിനാ കൊടുക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പിന്നെന്തിനാ ഏറ്റെടുത്ത്? സത്യത്തിൽ കൊടുക്കാറുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ബാപ്പ പറഞ്ഞു ഞാൻ കൊടുക്കാറൊന്നുമില്ല, ഓൻ വെറുതെ പറയാണ്. ഏറ്റെടുത്ത നമ്മളോട് വന്നിട്ടോ അയാൾ പറഞ്ഞു, അല്ലട്ടോ ആ 1000 തന്നിട്ടില്ല. നല്ലതെന്താ, ഒഴിവാകാൻ നല്ലതെന്താ? 1000 അല്ലേ? ഇനി കൊടുത്തിട്ടുണ്ടെങ്കിലോ നമ്മളെ മനസ്സിന് റാഹത്തായാലും 1000 കൊടുത്തു, ശരി. അന്ന് ബാപ്പന്നെ പറഞ്ഞു കൊടുത്തിണ്. പക്ഷെ കിട്ടാനുള്ള ആള് പറഞ്ഞു കിട്ടിയില്ല. ഈ ഒരു അമാനത്ത് ഒഴിവാകല്ലേ നല്ലത്. അത് കൊടുത്ത് വീട്ടല്ലേ നമ്മളെ കൽബിന് റാഹത്ത്. സഹോദരങ്ങളെ, ആ അമാനത്ത് ചെറുതല്ല. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടിയ വസ്തു തിരിച്ചു കൊടുക്കുക എന്നത് വളരെ വലുതാണ്. ഭാര്യമാരോട് പറയണം, മക്കളോട് പറയണം. മറ്റൊരാളിൽ നിന്ന് സൂക്ഷ്മതയുടെ പേരിൽ മറ്റൊരാളിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി എന്ത് വാങ്ങിയാലും അത് തിരിച്ചു കൊടുത്തേക്കണം. അതവിടെ വെച്ച് ചോദിക്കാനാണെങ്കിൽ അവർക്ക് മടിയുമുണ്ട്, കൊടുക്കാനാണെങ്കിലോ ഇവിടെ മറന്നും പോയി. എന്നാൽ കാര്യത്തിൽ വലിയൊരു വിഷയം അവിടെ കുടുങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുമ്പോ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രത്തിലുള്ള പലഹാരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തട്ടിമാറ്റിയപ്പോ പാത്രം നിലത്ത് വീണു ഉടഞ്ഞപ്പോ പാത്രത്തിനു പകരം പാത്രമെടുത്തു കൊടുക്കാൻ വേണ്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പാത്രം നമുക്കുള്ളതല്ല, പലഹാരം മാത്രമേ നമുക്കുള്ളതുള്ളൂ. പൊട്ടിയതിന് പകരം മറ്റൊരു പ്ലേറ്റ് കൊടുക്കൂ ആയിഷ. നമ്മൾ നന്നായി അങ്ങനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് ഏറെ കാണുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലത്. ചോദിച്ചു, ഈ ഗ്ലാസ് ഏതാണ്? അത് പഞ്ചസാര മറ്റു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തൽക്കാലം ഇന്നലെ ഇല്ലാതിരുന്നപ്പോ ഇതെന്താ കൊടുക്കാതിരുന്നത്, മറന്നുപോയതാണ്. എന്നാ ഞാനത് കൊടുത്തു വരാമെന്ന് ആ ക്ലാസ് കണ്ട ഉടനെ നമ്മൾ നിർവഹിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരാളെ പെട്ടെന്ന് വിട്ടേക്കണം. പിന്നത് മറന്നുപോയാൽ അവര് ചിന്തിക്കും, ഒരു ക്ലാസ്സിലെ എങ്ങനെ ചോദിക്കുക? വിട്ടെന്നിട്ടുണ്ടോ? വിട്ടെന്നിട്ടില്ല. ആര് വിട്ടെന്നിട്ടില്ല. അങ്ങനെ ചില ആൾക്കാർ കുറഞ്ഞ പൈസ വാങ്ങും. ഒരു 50 ഉറുപ്പ്യ നോക്കട്ടെ, 50 ഉറുപ്പ്യ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 100 ഉറുപ്പ്യ നോക്കട്ടെ. ഇതൊക്കെ ഈ 100, 50 കണക്ക് പറഞ്ഞ് ചോദിക്കൂല. എങ്ങനെയാ അത് ചോദിക്കാന്ന് കരുതും. എന്നാ അത് വിട്ടുകൊടുത്തിട്ടുണ്ടോ? വിട്ടുകൊടുത്തിട്ടില്ല. നമ്മളെ വിശ്വസിച്ചല്ലേ തന്നത്. എന്നാ വിശ്വസിച്ച് അങ്ങോട്ട് കൊടുക്കും വേണ്ടേ? കൊടുക്കുകയും വേണം.
തന്ന വിഷയത്തിൽ, സൂക്ഷിക്കാൻ തന്ന വിഷയത്തിൽ എത്രമാത്രം വലിയ സൂക്ഷ്മത വേണം. കൊടുക്കാൻ തന്ന വിഷയത്തിൽ ചെറിയ ഒരു ചേഞ്ച് പോലും വരുത്തരുത്, അത്രയും സൂക്ഷ്മത വേണം. ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരാളൊരു വസ്തു തന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു ഇതിലെന്താണെന്ന് ഇതിലെന്താന്ന് ചോദിച്ചപ്പോ അതിലൊന്നുമില്ല, ഒരു ചെറിയ ഒരു സ്വർണ്ണമോതിരാണ്. അത് ചെറിയ ഒരു കുട്ടി ഉണ്ടാക്കുന്നു, ചെറിയൊരു മോള്. ആ മോൾക്കൊരു സ്വർണ്ണമോതിരം കൊടുത്തേക്ക്. അങ്ങനെ വീട്ടിലെത്തി നമ്മളത് തുറന്നു നോക്കി. നമ്മൾ തുറന്നു നോക്കേണ്ട ആവശ്യമില്ല, തുറന്നു നോക്കിയപ്പോ ആ സ്വർണ്ണമോതിരം നമ്മുടെ കുട്ടിക്ക് ശരിക്കും പാകാകുന്നുണ്ട്. നമ്മൾ ഇട്ടു കൊടുത്തു. അയാൾ വിളിച്ചു ചോദിച്ചപ്പോഴേക്ക് ഈ സ്വർണ്ണമോതിരം കാണാനില്ല. നമുക്കിതിന്റെ തൂക്കം കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ വേറൊന്ന് വാങ്ങിക്കൊടുത്തിട്ട് പകരമായിട്ടില്ലെങ്കിലോ, മതിയായിട്ടില്ലെങ്കിലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, അമാനത്തിന്റെ പേരിൽ മറ്റൊരാൾ ഏൽപ്പിച്ച വസ്തു കൊടുക്കാത്തതിന്റെ പേരിൽ വളരെ തന്ത്രപൂർവ്വം കൊടുപ്പിച്ച എത്രയെത്ര മഹാന്മാരുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇയാസ് ഇബ്നു മുആവിയ എന്ന് പറയുന്ന മഹാൻ വലിയ പണ്ഡിതനാണ്, വലിയ ഖാദിയാണ്, വലിയ ബുദ്ധിമാനാണ്. അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് കാലത്ത് ഒരു സംഭവമുണ്ടായി. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. നല്ല അമാനത്ത് കൊണ്ട് അറിയപ്പെട്ട ഒരു മനുഷ്യൻ, ജനങ്ങളൊക്കെ എന്തും അയാളെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കാറുണ്ട്, വാങ്ങാറുമുണ്ട്. മശ്ഹൂറും ബിൽ അമാന, അമാനത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണ്, വിശ്വസ്തത കൊണ്ട് അറിയപ്പെട്ട ആളാണ്. അങ്ങനെ അറിയപ്പെട്ട ഈ മനുഷ്യന്റെ സമീപത്ത് ആ നാട്ടിലെ ഒരാള് ഹജ്ജിന് പോകുമ്പോ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സഞ്ചി ഏൽപ്പിച്ചു. ആ സഞ്ചിയിൽ സ്വർണ്ണാഭരണമുണ്ട്. തിരിച്ചു വന്നിട്ട് ആ സഞ്ചി ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചു. നിങ്ങൾ അങ്ങനെ തന്നിട്ടില്ല, ഞാൻ അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല. ഏൽപ്പിച്ച മനുഷ്യന് വല്ലാത്ത സങ്കടമായി. കാരണം കൊടുത്തത് അയാൾക്ക് രണ്ടുപേർക്കും ഓർമ്മയുണ്ട്, ഒറ്റടിക്ക് നിഷേധിച്ചല്ലോ. വേഗം പോയി ഇയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ല മഹാനവർകളെ, നിങ്ങൾ ഖാദിയല്ലേ, ജഡ്ജിയല്ലേ, എല്ലാ വിഷയങ്ങളും തീരുമാനിക്കാനുള്ള കഴിവുണ്ടല്ലോ. നമ്മൾ സാധാരണ ആളുകളൊക്കെ നല്ല അമീനാണ്, സൂക്ഷ്മശാലിയാണെന്ന് പറയുന്ന ആളെടുത്ത് ഞാനൊരു സഞ്ചി കൊടുത്ത് ഏൽപ്പിച്ച് ഞാൻ ഹജ്ജിന് പോയി. അതിൽ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് നിഷേധിച്ചു. അപ്പൊ ഈ ബുദ്ധിമാനായ ഖാദി ചോദിച്ചു, നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നു? വേറെ ആരോടെങ്കിലും? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആരോടും പറഞ്ഞു, ഞാൻ അയാളൊന്ന് പരിശോധിക്കട്ടെ. എനിക്ക് അല്ലാഹു നൽകിയ അഖലുകൊണ്ട്, ബുദ്ധി കൊണ്ട് ഞാൻ അയാളൊന്ന് പരിശോധിക്കട്ടെ, അയാൾ തരുമില്ലെന്ന് നോക്കില്ലേ. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ നാളെ കഴിഞ്ഞ് പിറ്റേന്ന് വന്നാൽ മതി. അങ്ങനെ ഈ അമാനത്ത് കൊണ്ട് അറിയപ്പെട്ട ആളുകളുടെ സ്വത്തൊക്കെ സൂക്ഷിക്കുന്നു എന്ന് അറിയപ്പെട്ട മനുഷ്യനെ വിളിച്ചു. ഖാദി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അടുക്കൽ ഒരുപാട് സ്വത്തുണ്ട്, പക്ഷെ ആ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം നിങ്ങളെടുത്തുണ്ടോ? നിങ്ങളൊന്ന് പോയി പരിശോധിച്ച് ആ സ്വത്തൊക്കെ നിങ്ങളൊന്ന് പോയി സൂക്ഷിക്കാൻ പറ്റിയ അറകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി നിങ്ങൾ അതിന് പറ്റുന്നൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം. അങ്ങനെ അയാൾ പോയി. ഖാദിന്റെ സ്വത്തല്ലേ, ഒരുപാട് സ്വത്തുണ്ടാകുമല്ലോ, സ്വർണ്ണായിട്ടും വെള്ളിയായിട്ടും ദിർഹമും ദീനാറൊക്കെ ആയിട്ട്. ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹജ്ജിന് പോയപ്പോ പണം കിട്ടാത്ത, ഏൽപ്പിച്ചു പോയ വസ്തു കിട്ടാത്ത ആള് ഖാദിന്റെ അടുത്ത് വന്നു. ഖാദി പറഞ്ഞു, ഞാൻ അയാളോട് എന്റെ സ്വത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അയാളെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള വദിയത്ത് ഒന്നുകൂടി ചോദിച്ചു നോക്കൂ. ഇനിയും നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞു. നിങ്ങൾ വേറൊന്നും പറയണ്ട. ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഏൽപ്പിച്ച വദിയത്ത് എനിക്ക് തരുമെന്ന്. ഉടനെ തന്നെ കൊടുത്തു. എന്താ കൊടുക്കാൻ കാരണം? ഒരു പക്ഷേ ഇത് ഖാദിയാര് വിട്ടതാകോന്ന് മനസ്സിൽ തോന്നി. ജഡ്ജി വിട്ടതാണ്, ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു പരീക്ഷണമായിരിക്കും. കാരണം ജഡ്ജിയുടെ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി എന്നോട് സ്ഥലം ഒരുക്കി വെക്കാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോകും എന്നുള്ള നിലക്ക് ആ സൂക്ഷിക്കാൻ കൊടുത്ത സാധനം തിരിച്ചു കൊടുത്തു.
അങ്ങനെ കിട്ടി എന്നുള്ള വിവരം അയാൾ വന്ന് പറഞ്ഞപ്പോ നേരത്തെ കാളി പറഞ്ഞല്ല സ്ഥലമൊക്കെ റെഡിയാക്കി വരണം. അയാൾ കാളിന്റെ സ്വത്തൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി കാളിന്റെ അടുത്ത് വന്നു. കാളി അയാളെ നല്ല ചീത്ത പറഞ്ഞു വിട്ടു. എന്റെ പക്കലുള്ള ദിർഹമും ദീനാറും സൂക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നോടത് പറഞ്ഞത്. നിനക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. നീ ആ പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാനുള്ളത്, അയാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് കൊടുക്കാനുള്ളത് കൊടുക്കാതെ പിശുക്കി വെച്ചപ്പോൾ, നിഷേധിച്ചു കളഞ്ഞപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഒരു തന്ത്രം ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പൊ നീ അത് വേഗം കൊടുത്തല്ലോ. നിഷേധിച്ചൊന്നും രണ്ടാമത് ഒരു നിഷേധവും നിന്റെ വക്കൽ ഉണ്ടായില്ല. കാരണം നിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ഇതൊരു പക്ഷേ ഇയാൾ കാളിയാരോട് പറഞ്ഞിട്ട് കാളിയാർ മടക്കി വിട്ടതാന്ന് തോന്നി. ഇനിയും ഞാൻ നിഷേധിച്ചാൽ കാലിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ കാലിന്റെ സ്വത്തും കൊണ്ട് കിട്ടൂല. അതുകൊണ്ട് ഇത് വേഗം കൊടുക്കലാ നല്ലത്. ചെറുതൻ കൊടുത്താൽ വലുതും കൊണ്ട് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ആണ് നീ അത് കൊടുത്ത്. നേരത്തെ കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നീ ആ ചെയ്തത് ശരിയല്ല. സഹോദരങ്ങളെ, ഒരാൾ തന്നത് കൊടുക്കണം. ഇവിടെ എത്തുമ്പോ എന്റെ കയ്യിൽ തന്നിട്ടില്ല എന്ന് പറയരുത്. ഏൽപ്പിച്ച വിഷയങ്ങളിൽ നല്ല ഉത്തരവാദിത്ത ബോധം വേണം. അതും അമാനത്താണ്. കുടുംബനാഥന്മാരായി വർത്തിക്കുന്നവർ അവരെ അമാനത്താണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും അമാനത്താണ്. അത് വലിയ അമാനത്താണ്. ഭാര്യയുടെ ഹക്ക് ഭർത്താവ് വീട്ടാത്തതിനെ പറ്റി ചോദ്യം ചോദിക്കും. അമാനത്താണ്. അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവരെ ഹലാലാക്കി തന്നത് അള്ളാഹുവിന്റെ അമാനത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നന്നായി അവരെ ശ്രദ്ധിക്കണം, പരിപാലിക്കണം. മക്കളും അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. താൽക്കാലികമായി ഏൽപ്പിച്ചതാണ്. തോന്നും പോലെ അവരെ തോന്നുന്ന വഴിയിലേക്ക് ചലിപ്പിക്കാൻ പാടില്ല. ഏൽപ്പിച്ച അമാനത്ത് സ്വത്ത് ഏതുവിധം സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ കൃത്യമായ ചിട്ടയോടെ നല്ല വിവരവും വിവേകവും നൽകിയിട്ട് ശിക്ഷയും നൽകിയിട്ട് പരിപാലിക്കേണ്ട അമാനത്താണ് സന്താനങ്ങൾ. കുറവ് വരാൻ പാടില്ല. അവരുടെ നിസ്കാരങ്ങൾ മാത്രമല്ല, ജോലി മാത്രമല്ല, വിവാഹ ജീവിതം മാത്രമല്ല, വിവാഹാനന്തര ജീവിതം മാത്രമല്ല, ഏതെല്ലാം നീക്കുപോക്കുകളുണ്ടോ നമ്മുടെ നല്ല നിയന്ത്രണവും നല്ല ശിക്ഷണവും അവിടെ വേണം. നല്ല പരിചരണം അവിടെ വേണം. അഥവാ നമ്മളെ ഒരു നോട്ടം തീരെ ഇല്ലാതെ നമ്മൾ അങ്ങ് കയറൂരി വിട്ടാൽ വെറുക്കി കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരുടെ ആരുടെയെങ്കിലും കയ്യിലെത്തിപ്പെട്ടാലോ പിന്നെ കുടുങ്ങിയത് തന്നെ. ഒരു നിലക്കും ഭാര്യയെ വഞ്ചിക്കരുത്, മക്കളെ വഞ്ചിക്കരുത്, പേരമക്കളെ വഞ്ചിക്കരുത്, ബാപ്പയെ വഞ്ചിക്കരുത്, ഉമ്മയെ വഞ്ചിക്കരുത്. വഞ്ചന നടത്തുന്ന വീട്ടിൽ ബറക്കത്ത് തീരെയില്ല. ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, അനസ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട്, അൽ ബൈത്തുല്ലദീ തകൂനു ഫീഹി ഖിയാന, വഞ്ചന നടക്കുന്ന വീട്, ലാ തകൂനു ഫീഹിൽ ബറക, ആ വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാകൂല. ആരോടാണ് ചതി നടന്നത്? മക്കളോടാണോ ചതി നടന്നത്? അള്ളാഹ് ഏൽപ്പിച്ച അമാനത്തിൽ ചതി നടത്തിയിട്ടുണ്ടോ? മരുമക്കളോടാണോ ചതി നടന്നത്? ഭാര്യയോടാണോ ചതി നടന്നത്? എങ്ങനെയാ ചതി എന്നറിയോ സഹോദരങ്ങളെ? വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നമ്മളവിടെ നിർവഹിക്കുന്നില്ല. എന്താ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം? ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കണ്ടേ? ശിക്ഷണം കൊടുക്കുന്നതിന് പകരം ആര് എത്ര ഉപദേശം നടത്തിയാലും ഈ കാലഘട്ടത്തിലുള്ള വലിയൊരു സ്റ്റാറ്റസ് അങ്ങനെയാണെന്ന് കരുതിയിട്ട് നിസ്കാരമോ അനുസരണമോ ജ്ഞാനമോ ഒന്നും പരിഗണിക്കാതെ, ഒന്നും കൊടുക്കാതെ, നമ്മുടെ ഒരു മൈഷത്തിന്റെ മാർഗമായി മാത്രം കണ്ടിട്ട് അവരെ കയറൂരി വിടുന്ന സ്വഭാവമില്ലേ? അള്ളാഹ് ഏൽപ്പിച്ച അമാനത്ത് നഷ്ടപ്പെടുത്തലാണ്. തോന്നിയതുപോലെ നടക്കാൻ ഭാര്യക്ക് പെർമിഷൻ കൊടുക്കുന്നവരില്ലേ? തോന്നിയതുപോലെ നടക്കാൻ ഭാര്യക്ക് പെർമിറ്റ് കൊടുക്കുന്നവരില്ലേ? അമാനത്തിൽ വഞ്ചന നടത്തലാണ്. പെൺകുട്ടികൾക്ക് യഥേശം തോന്നുന്നത് പോലെ പോകാനും തോന്നുന്നത് പോലെ വരാനും പെർമിറ്റ് കൊടുക്കുന്നവരില്ലേ? വഞ്ചന നടത്തലാണ്.
വഞ്ചന നടക്കുന്ന വീട്, അള്ളയെ ഏൽപ്പിച്ച അമാനത്താകുന്ന നിസ്കാരം നിർവഹിക്കാതെ വഞ്ചന നടത്തുന്ന വീടാണോ അവിടെ ബറക്കത്തില്ല. അല്ലാഹു തആല താമസിക്കാൻ നൽകിയ അനുഗ്രഹത്തിന്റെ ചെറിയൊരു കുടില്, ആ കുടിലിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഫർളും സുന്നത്തും കൃത്യമായി നിർവഹിച്ച് നല്ല ശിക്ഷണം നൽകിയിട്ട് പരിപാലിക്കുന്ന വീടാണോ, അമാനത്ത് നിറഞ്ഞ വീടാണോ, ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ബറക്കത്തുള്ള വീടായി കണ്ടത്. നല്ല വിശ്വസ്തത വെച്ചു പുലർത്തുന്ന സ്വഭാവമുള്ള വീട്ടിലെ കൂട്ടുകാരിയല്ലേ, സഹോദരിയല്ലേ. റളിയല്ലാഹു അൻഹു രാത്രിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ പതുക്കുന്ന അവിടെ നിന്നു. അപ്പോഴാണ് ഉമ്മ മകളോട് പറയുന്നത്, മോളെ രാവിലെ കൊടുക്കാനുള്ള പാലില് കുറച്ച് വെള്ളം ഒഴിക്കണം. കൊടുക്കാനുള്ള പാലിൽ വെള്ളം ഒഴിക്കാൻ പാടില്ലല്ലോ. വെള്ളത്തിനൊരു വിലയില്ല, പാലിന് മാത്രം വില എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? വെള്ളത്തിന് വിലല്ലേ? വില മതിക്കാൻ കഴിയോ? വെള്ളത്തിന്റെ വില, വെള്ളത്തിൽ പാലില് വെള്ളം ഒഴിക്കാൻ. മകള് പറഞ്ഞു, ഉമ്മ അത് പറ്റൂല. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോ ഇറങ്ങിയിട്ടുണ്ടാവുന്ന പറഞ്ഞപ്പോ മകള് പറഞ്ഞല്ലോ, നല്ല വിശ്വസ്തയായ വർത്തമാനം പറഞ്ഞു. ഉമ്മ, നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബാഹ്യമായിട്ട് അംഗീകരിക്കുകയും ആന്തരികമായിട്ട് നമ്മൾ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്താൽ അത് കടുത്ത വഞ്ചനയല്ലേ ഉമ്മ? അപ്പൊ ഉമ്മ പിന്നെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള അസ്ലം എന്ന് പറയുന്ന അടിമയോട് പറഞ്ഞു, വീടിനൊന്ന് അടയാളം. അങ്ങനെ അടയാളം വെക്കണ്ടേ? കാർപ്പൂർച്ച കണ്ടിട്ടല്ല അടയാളം വെക്കണ്ടേ? ഒന്ന് അടയാളം വെക്കണം. എന്തിന്? നല്ല അമാനത്തുള്ള നല്ല ബറക്കത്തുള്ള വീടാണ് ഈ വീട്. ചതി നടത്താൻ സമ്മതിക്കാത്ത വീടാണല്ലോ ഈ വീട്. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഓ അബ്ദുല്ലാഹി തങ്ങളെ, നല്ല ഒരു പെൺകുട്ടിയുണ്ട്, നല്ല അമാനത്തുള്ള നല്ല വിശ്വസ്തതയുള്ള ഒരു കുട്ടിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. മഹാനവറുകൾ പറഞ്ഞു, എനിക്കിപ്പോ ഒരു ഭാര്യയുണ്ട്, ഇപ്പൊ ഞാൻ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു വേറെ പുത്രനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ ഇപ്പൊ കിട്ടൂല, നല്ലൊരു കുട്ടിയുണ്ട്. മഹാനവറുകളും പറഞ്ഞു, എനിക്കിപ്പോ ഒരു ഭാര്യയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. പറ്റാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. അവസാനം മകൻ ആസിം റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആസിമേ, നിന്റെ ബാപ്പയായി എനിക്കിപ്പോൾ നിക്കാഹിൽ വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു പെണ്ണ് ഇന്നലെ രാത്രി ഞാനും എന്റെ അടിമയും അനുഭവിച്ചൊരു പെണ്ണാണ്. ആ പെണ്ണിനെ കണ്ടിട്ടില്ല, സംസാരം പുറത്തുനിന്ന് കേട്ടതേയുള്ളൂ. നല്ല വിശ്വസ്തതയുള്ള വീടാണ്, നല്ല അമാനത്തുള്ള വീടാണ്. നട്ടപ്പാതിര നേരത്തും അല്ലാഹുവിന്റെ നോട്ടം നോക്കിക്കാണുന്ന ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടത്തെക്കാളും റബ്ബിന്റെ നോട്ടം പരിഗണിച്ച് ഖലീഫയെ പൂർണ്ണമായി അംഗീകരിക്കണമെന്ന് ഉമ്മയെ ഉപദേശിക്കുന്ന നല്ലൊരു മോളുണ്ട്. ആസിമേ, നീ ആ കുട്ടിയൊന്ന് കണ്ടുവന്ന് വിവാഹം ചെയ്തോ. ആസിം റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിവാഹം ചെയ്തു. ആ ദമ്പതികളിൽ ജനിച്ച പുത്രനോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും ചില്ലറ മാസവും ഭരിച്ച് നാട് മുഴുവനും നീതി കൊണ്ട് നിറച്ച മഹാനല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ കുട്ടി, ഈ പണ്ഡിതൻ, ഈ വലിയ ത്യാഗി നല്ല സുഖത്തിൽ ജീവിച്ചിട്ട് മഹാന്മാരായ ആലിമീങ്ങളുടെ വാല് കേട്ടിട്ട് മുന്നിലങ്ങനെ കിടക്കുമ്പോ ഉലമാക്കള് പറഞ്ഞില്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മുന്നിൽ കിടന്നിട്ട് വാല് പറയാൻ പറയുമ്പോ ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കരുതാറുണ്ട്, ഒരു മയ്യിത്താണോ ഈ കിടക്കുന്നത്? അങ്ങനെ വലിയ സുഹൃതിൽ ജീവിച്ചുകൊണ്ട് നല്ല പളപളപ്പുള്ള സുന്ദരമായ ശരീരം മെലിഞ്ഞ രൂപത്തിലേക്ക് വഴിമാറിപ്പോയത് ബാപ്പയും ഉമ്മയും എത്രത്തോളം അമാനത്തുള്ളവരാണ്. അതിനനുസരിച്ച് അള്ളാഹു നൽകിയ
മഹാഭാഗ്യമാണ്. അതുകൊണ്ട് വഞ്ചന നടത്തരുത്, മക്കളെ ചതിക്കരുത്, അവർക്ക് ചതി പഠിപ്പിക്കരുത്, വഞ്ചനയുടെ മുഖം അവർക്ക് പഠിപ്പിക്കരുത്. കൃത്യമായ രീതിയിൽ അമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. നല്ല വിശ്വസ്തതയുടെ സ്വഭാവം വേണം. ഏതൊരു വസ്തു ആരാന്റത് കിട്ടിയാലും ആരാന്റേതാണെന്ന് ബോധ്യമുണ്ടോ അത് അവനെ ഏൽപ്പിക്കണേ. അങ്ങനെ ഏൽപ്പിക്കുന്ന സംഭവം കുറവായത് കൊണ്ടാണ് ഒറ്റപ്പെട്ടത് സംഭവിക്കുമ്പോ പത്രത്തിൽ അങ്ങനെ അടിച്ചു വരുന്നത്. ആൾക്കാർക്കാർക്കും പലതും കിട്ടാനിട്ടല്ല, പക്ഷെ അതങ്ങനെ കൊടുക്കാനേ ഒരു മനസ്സ് വരില്ല. ഇതൊക്കെ പൊഞ്ഞി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാനാ? ഇങ്ങനെ മാറിപ്പോയാല് അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. പുറത്തിറങ്ങി നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ല. ആരോ മാറിയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ചെരുപ്പിന് പകരാന്ന് കരുതരുത്, അത് കേടാ. അപ്പുറത്തിരിക്കുന്ന ചെരുപ്പ് വേറെ ആരുതാണ്. നമ്മളെ ചെരുപ്പിട്ട് കൊണ്ടുപോയ ആള് അത് തന്നെ ആയിരിക്കും കരുതിയിട്ട് മാറിക്കൊണ്ടുപോയതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെരുപ്പില്ലാതെ പോയി നോക്കുക. അയാളോട് ഇഷ്ടക്കേടൊന്നും വേണ്ട. അയാൾ അറിയാതെ കൊണ്ടുപോയതല്ലേ, അങ്ങനെ കരുതല്ലേ നല്ലത്. ബോധപൂർവ്വം അങ്ങനെ ആരോട്ട് കൊണ്ടുപോകുമല്ലോ. പക്ഷെ അതിന് പകരമായിട്ട് നേരെ അപ്പുറത്തിരിക്കുന്ന ചെരുപ്പിട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോയാൽ അതിന്റെ ആള് പിന്നെ വന്ന് വേറൊന്നിട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ പിന്നെ അവനാന്റെ ചെരുപ്പ് ആർക്കും കിട്ടാതായി പോകും. വലിയ പണ്ഡിതനല്ലേ അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ കീശയിൽ ഒരു ദിർഹം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോ ആ ദിർഹം കാണുന്നില്ല. തിരിച്ചു വന്ന് പള്ളിയിൽ ഒന്ന് നിസ്കരിച്ച സ്ഥലം നോക്കുമ്പോ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ വന്നപ്പോഴേക്ക് മനസ്സിൽ ആശങ്ക വന്നുപോയി, സംശയം വന്നു. ഇവിടെ വേറെ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ, ഇത് എന്റേതല്ലെങ്കിലോ, അതുകൊണ്ട് അത് എടുക്കാതെ തിരിച്ചുപോയി. എനിക്കത് വേണ്ടാന്ന് മഹാനവർകൾ തിരിച്ചുപോയി. അങ്ങനെയല്ലേ അവരുടെ സൂക്ഷ്മത. നമ്മളും ആ സൂക്ഷ്മതയാണ് എപ്പോഴും പാലിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഏത് വിഷയത്തിലും വേണം ഉത്തരവാദിത്തത്തിൽ പ്രത്യേകിച്ചു വേണം. ഉത്തരവാദിത്തത്തിൽ പ്രത്യേകിച്ചു വേണമെന്ന് ഞാൻ പറയുന്നത്, ഒരാൾക്ക് അവകാശപ്പെട്ടതായി നാം കൊടുക്കുന്നതിൽ ഒന്നും ചുരുക്കാൻ പാടില്ല. വേറെ ആളുടേതായി കിട്ടുന്ന സ്വത്തിൽ അയാൾക്ക് തന്നെ അത് കൊടുക്കാൻ വേണ്ടി കൈവിന്റെ പരമാവധി പരിശ്രമിക്കണം. അപ്പോഴാണ് ബർക്കത്തുണ്ടാവുക. നിങ്ങൾ കണ്ടില്ലേ, ഹറമിൽ വെച്ചൊരു സാധനം കിട്ടിയാൽ അത് അവകാശപ്പെടുത്താൻ വേണ്ടി എടുക്കാൻ പറ്റൂ? ഇല്ല. ഹറമിന് വലിയ ബഹുമാനല്ലേ. അവകാശപ്പെടുത്താൻ വേണ്ടി എടുക്കാൻ പറ്റൂല, അത് പരസ്യപ്പെടുത്താൻ വേണ്ടി എടുക്കാം. പരസ്യപ്പെടുത്താനേ പറ്റൂ. എത്ര കാലം കഴിഞ്ഞാലും ഉടമസ്ഥതയിൽ വെക്കാൻ പറ്റൂല, ഉടമസ്ഥാവകാശത്തിൽ ഇടാൻ പറ്റൂല. പരസ്യപ്പെടുത്താൻ വേണ്ടി എടുക്കാം. എത്ര പരസ്യപ്പെടുത്തണ്ടേ? കിട്ടുന്നവരെ പരസ്യപ്പെടുത്താം. ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാൾ വിശ്വസ്തത, പച്ച സാധുവാണ്, ഫഖീറാണ്. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയുണ്ട്, സ്വാലിഹത്തായ ഭാര്യ. ആ ഭാര്യന്റെ അമാനത്ത് കൊണ്ട് അല്ലാഹു തആല ആ കുടുംബത്തിന് വലിയ ബർക്കത്ത് നൽകി. ഇയാൾ ഇങ്ങനെ ഹറമിൽ പോയി നോക്കുമ്പോ ഭാര്യ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല, ഞങ്ങള് പുറത്തുനിന്ന് പോയി ഒരു ജോലി കിട്ടിയാൽ, എന്തെങ്കിലും പണി കിട്ടിയാൽ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും വാങ്ങാലോ. അങ്ങനെ പരിശുദ്ധ ഹറമിലേക്ക് പോയി. അപ്പൊ ഒരു ചെറിയ പണസഞ്ചി അവിടെ വീണ് കിടക്കുന്നുണ്ട്. എടുത്തു നോക്കുമ്പോ അതിൽ 1000 ദീനാറും. ബഹുമാനപ്പെട്ട തങ്ങൾ ബാപ്പത്ത് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മളെ മനസ്സ് ഖബൂലാക്കി തരട്ടെ. തങ്ങൾ ബാപ്പക്ക് തങ്ങൾ ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ്. ഞാൻ ഈ സംഭവം കൂടി ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. ഹറമിലെത്തി 1000 ദീനാർ കിട്ടി. സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയപ്പോ ഭാര്യ പറഞ്ഞു, ഇന്ന ലുഖ്തത്തൽ ഹറമി ലാ ബുദ്ദ ഫീഹാ മിനത് തഅരീഫ്. ഹറമിൽ നിന്ന് വീണെടുക്കുന്ന, കണ്ടെടുക്കുന്ന വസ്തു പരസ്യപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും അത് പറ്റൂല. അതുകൊണ്ട് പോക്കറ്റിലിടാൻ പറ്റൂല. ഉടനെ ആ പാവപ്പെട്ട ഭർത്താവ് മനുഷ്യൻ ഹറമിലേക്ക് തിരിച്ചു വന്നു. വന്നിട്ട് അയാൾ അനൗൺസ്മെന്റ് നടത്തി, ഉറക്കെ വിളിച്ചു പറഞ്ഞു, മൻ വജദ കീസൻ ഫീഹി അൽഫു ദീനാർ. അവിടെ വന്നപ്പോ ഒരാൾ പറയുന്നത് ഈ മനുഷ്യന്റെ കാതിൽ കേട്ടു, 1000 ദീനാറുള്ള ഒരു സഞ്ചി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരാൾ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നുണ്ട്. ഉടനെ ചെന്നിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്
തുറന്ന് കാണിച്ചു കൊടുത്തപ്പോ അനൗൺസ്മെന്റ് നടത്തുന്ന ആള് പറഞ്ഞു ഹുവലക്കാത് നിങ്ങൾക്കുള്ളതാണ്. ഇത് മാത്രമല്ല വമാഹു തിസ്അതു ആലാഫിൻ ഉഖ്റാ, ഒരു 9,000 ദീനാറും വേറെ നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പൊ ഈ ഫഖീറായ മനുഷ്യൻ ചോദിച്ചു അതഹ്സഉ ബിഹി, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലല്ല, ഞാൻ പരിഹസിക്കുകയല്ല. ഈ 10,000 ദീനാർ ഇറാഖിൽ നിന്നൊരാൾ എനിക്ക് തന്നതാണ്. തന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ നിന്നൊരു 1000 ദീനാർ എടുത്ത് ഒരു സഞ്ചിയിലാക്കി ഹറമിൽ ഒരു ഭാഗത്ത് നിങ്ങൾ ഇട്ടേക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് വിളിച്ചു പറയണം ആർക്കെങ്കിലും 1000 ദീനാർ അടങ്ങുന്ന ഒരു പണസഞ്ചി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയ ആള് നിങ്ങൾ അടുത്തേക്ക് വന്ന് വിവരം പറഞ്ഞാൽ ബാക്കി 9,000 കൂടി ആൾക്ക് കൊടുക്കണം. ഫഇന്നഹു അമീൻ, അയാൾ വിശ്വസ്തനാണ്. വൽ അമീനു യഅകുലു വയതസദ്ദഖു, അയാൾ ഭക്ഷിക്കട്ടെ, ദാനം ചെയ്യട്ടെ. ഒരു ചെറിയ ഭക്ഷണം പോലും ഇല്ലാത്ത മനുഷ്യൻ വിശ്വസ്തത പ്രകടിപ്പിക്കാനും അത് നന്നായി ഉപയോഗപ്പെടുത്താനും ഭാര്യ കൽപ്പിച്ചതനുസരിച്ച് തിരിച്ചു വന്നത് പറഞ്ഞപ്പോ 1000ന്റെ കൂടെ 9,000 ദീനാറും കൂടി കിട്ടിയിട്ട് അള്ളാഹു വലിയ നന്മ കൊടുത്തു, വലിയ ഫലം കൊടുത്തു. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം എന്ന നിലക്ക് അള്ളാഹു കൊടുക്കൂലേ? ആ അർത്ഥത്തിൽ വിശ്വസിച്ചപ്പോ വിശ്വാസം നിർവഹിച്ചപ്പോ അള്ളാഹു കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കീഴിലുള്ള ഭാര്യ സന്താനങ്ങൾ, അവരൊക്കെ അമാനത്താണ്. സൂക്ഷിക്കേണ്ട രൂപത്തിൽ അവരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ച് അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇതുപോലെയുള്ള ഖൈറായ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നത് കാരണം നമ്മളെ സന്താനങ്ങളെ, ശിഷ്യന്മാരെ, സന്താന ശിഷ്യ പരമ്പരകളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.